പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുന്നക്കര ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നൊരു വിഷയം സോഷ്യൽ മീഡിയയിലെ തള്ളുകളെ കുറിച്ചാണ്. എല്ലാ തള്ളുകളെയും കുറിച്ച് നമുക്ക് ഈ 10 മിനിറ്റ് സംസാരിക്കാൻ കഴിയില്ല. പകരം നമുക്ക് ഒരു തള്ളിനെ കുറിച്ച് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് സോഷ്യൽ മീഡിയയിലെ രാജാക്കന്മാരെല്ലാം തള്ളിമറിക്കുന്ന ഒരു ബെഡ് കമ്പനി ഇല്ലേ? ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് ആ ബെഡിനെ കുറിച്ചുള്ള പരസ്യങ്ങളാണ്. ആ ബെഡ് ഏതാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എങ്കിൽ ആ ബെഡിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. ജർമ്മനിയിലുണ്ടാക്കിയിട്ട് ഗുജറാത്തിൽ നിന്ന് ഉണ്ടാക്കി നമുക്ക് തരുന്നത് മനസ്സിലായില്ല അല്ലേ? ജർമ്മനിയിൽ പ്രൊഡക്ഷൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീടുകളിലേക്ക് കൊറിയറായിട്ട് വരുന്ന ആ ചെറിയ പാക്കറ്റ്, ഒരു 3 അടി 4 അടി വീതിയിലൊക്കെ വരുന്ന പാക്കറ്റ് പൊളിച്ച് കാണിക്കുന്ന ബെഡ്. സുഹൃത്തുക്കളെ, ബെഡ് ആക്ച്വലി ഗുജറാത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ്. തുടക്കകാലങ്ങളിലേക്കാണ് അത് ജർമ്മനിയിൽ നിന്നൊക്കെ വന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയിരുന്നത്. ഇന്ന് പെയ്ഡ് പ്രൊമോഷനാണ് അധികവും നടന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയാണ് ഈ പ്രൊമോഷന് വേണ്ടിയിട്ട് കേരളത്തിലെ പേരുകേട്ട വ്ളോഗർമാർ, ഇൻഫ്ലുവൻസേഴ്സ് അതിന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഫലം. സത്യത്തിൽ ഇതൊന്നും അറിയാത്ത നാനൂലുകളായ കുറച്ച് വ്ളോഗർമാരും സ്വന്തമായി കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഓർഡർ ചെയ്ത് കൊടുത്ത് റിവ്യൂ ചെയ്യുന്നുണ്ട്. ഈ മണ്ടന്മാർ അവരുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് നല്ല വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനി ഇവർക്ക് ബെഡ് ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്യും, അക്കൗണ്ടിലേക്ക് പൈസയും കൊടുക്കും. എന്തെങ്കിലുമൊക്കെ റിവ്യൂ പറയുമ്പോൾ അതിനെക്കുറിച്ച്, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ആധികാരികമായി അതിനെക്കുറിച്ചൊന്ന് പഠിക്കാനെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട തള്ളു വ്ളോഗർമാർ ശ്രമിക്കണം. കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലെയും വ്ളോഗർമാരെ ഈ ഒരു കമ്പനി വിലക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. എല്ലായിടത്തും ഏത് സ്റ്റേറ്റിൽ പോയാലും ഇവരെ കുറിച്ചാണ് ചർച്ച. അങ്ങനത്തെ അത്ര വലിയ ചർച്ചയ്ക്കൊന്നും നമ്മളെ കേരളക്കാരെ നിൽക്കണ്ട കേട്ടോ. അവന്മാർ നമുക്ക് മുട്ടം പണിയാണ് തരുന്നത്. എന്താണെന്നല്ലേ? ഇതൊരു പെയ്ഡ് പ്രൊമോഷനാണ്. പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ നമ്മളെ അവരുടെ ജോലി ചെയ്യുകയാണ്. എന്തിൽ കിടക്കണം, എന്ത് ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ബ്ലോഗർമാരല്ല തീരുമാനിക്കേണ്ടത്. ഇംഗ്ലീഷുകാരൊക്കെ പറയുന്നുണ്ട്, ഒരു 24 മണിക്കൂറിന് അവർ പാർട്ടാക്കി വെക്കണം, 3 ആക്കിയിട്ട് 3/24. അവസാനം വരുന്ന 8 മണിക്കൂർ കൃത്യമായി ഉറങ്ങാനുള്ളതാണ്. ആ ഉറങ്ങുന്ന സമയം അതിൽ വേക്കപ്പ് വരെ വളരെ ഭംഗിയായി ആസ്വദിച്ച് വേണം ഉറങ്ങുന്നത്. ശരീരം അറിയാൻ പാടില്ല നമ്മൾ ഉറങ്ങുന്നത്. അത്തരം ബെഡുകൾ പെട്ട ബെഡല്ല ഈ പറയുന്ന ജർമ്മൻ ബെഡ്. ഇതിൽ നമുക്ക് ഇവർ പറയുന്നതിന് ഒരു കൂളിംഗ് സിസ്റ്റം ഉണ്ട്. ഈ കൂളിംഗ് സിസ്റ്റം നമ്മുടെ ഏത് കാലാവസ്ഥയിലല്ല, മഴക്കാലത്തും മഞ്ഞുകാലത്തും ഈ കൂളിംഗ് സിസ്റ്റം നമ്മുടെ ശരീരത്തിന് തണുപ്പ് നൽകുന്നുണ്ട് സുഹൃത്ത്. അതാണ് ഇതിൻ്റെ ഫാക്റ്റ്. അത് നിങ്ങൾ ഏത് കാര്യം വാങ്ങിച്ചാലും, ഏത് ബെഡ് വാങ്ങിച്ചാലും നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. അതിന് നിങ്ങൾ 55,000-ൻ്റെ 45,000-ൻ്റെ 25,000-ൻ്റെ ബെഡൊന്നും വാങ്ങിക്കണ്ട. നമ്മളെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും മാനുഫാക്ചറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബെഡ് കിട്ടും. ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഫുൾ ഫോമി ബെഡുകളാണ് അല്ലേ? നമ്മുടെ ശരീരത്തിന് 3 ഇഞ്ചിൽ കൂടുതൽ ഫോം ബെഡുകൾ ഉപയോഗിച്ചാൽ എന്താ സംഭവിക്കുക? ഒരു 100-ന് മീതെ വെയിറ്റുള്ള ആൾ, 100 മുതൽ 120 കിലോ വരെ വെയിറ്റ് വരുന്ന ആൾക്ക് സയൻറ്റിഫിക്കലി മെഡിക്കൽ സയൻസ് പറയുന്നത് 3 ഇഞ്ചിന് മീതെയുള്ള ബെഡ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. മാക്സിമം പറഞ്ഞാൽ 3 ഇഞ്ച്. അത് 1 ഇഞ്ചാണോ 2 ഇഞ്ചാണെങ്കിൽ നിങ്ങൾക്കത് കൂടുതൽ ആരോഗ്യത്തിന് ഉപകാരപ്പെടും. ഈ 3 ഇഞ്ചിൻ്റെ ബെഡുകളും മീതെ വരുന്ന ബെഡുകളും, അതായത് ഈ ഇത്തരം പറയുന്ന തള്ളർമാർ, വ്ളോഗർമാർ നമുക്ക് പരിചയപ്പെടുത്തുന്ന ബെഡുകളും സ്പ്രിങ് ബെഡുകളും 35 വയസ്സിന് മീതിയുള്ള എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ ഉപയോഗിക്കരുത്. അവർ നിങ്ങളുടെ ആയുസ്സിനെയും ആരോഗ്യത്തിനെയും സമ്പത്തിനെയും നശിപ്പിച്ചു കളയും. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫാമിലി ഡോക്ടറെ വിളിച്ച് ചോദിക്കുക, ഇതിലേതാണ് ശരിയെന്ന് പറയുക. നിങ്ങൾ ചോയ്സ് ചെയ്യുക. തള്ളു മാമന്മാരുടെ പിന്നാലെ നിങ്ങൾ പോവാതിരിക്കുക. കറക്റ്റാണല്ലോ ഞാൻ പറഞ്ഞത്? പിന്നെ ഇത് അലർജി ഉള്ള ആളുകൾ തീരെ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ വെയിറ്റ് ഉള്ള ആളുകൾക്ക് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരഭാരം മൊത്തത്തിൽ ബാലൻസിങ് കിട്ടില്ല. മെമ്മറി ബെഡ് എന്നൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും എത്ര % മെമ്മറി ഉപയോഗിച്ച് നിങ്ങൾക്കറിയോ? ഈ വ്ളോഗർമാരൊക്കെ എന്ത് കണ്ടിട്ടാണ് ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. കിട്ടുന്ന പൈസയുടെ മൂല്യം അത്രയാണ്. ഒന്നും പറയാണ്ട് വാലാട്ടികളായ ചില വ്ളോഗർമാർ പൈസ വാങ്ങിച്ച് ചെയ്യുന്നുണ്ട്. ഇവരെന്തിനാ അത് ചെയ്യുന്നത്? എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, പൈസ സമ്പാദിക്കട്ടെ. ജനങ്ങൾക്ക് മൂല്യമുള്ള, വാല്യുള്ള ഒരു പ്രൊഡക്റ്റിനെ കൊടുത്തിട്ട് പരിചയപ്പെടുത്തിട്ട് അവർ പറയുന്നു 100 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുന്ന,
15 വർഷത്തെ വാറണ്ടി ഉണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്. നിങ്ങൾ ഇത്രയും വാറണ്ടി കാര്യങ്ങളൊക്കെ നമ്മുടെ തൊട്ടടുത്ത ഫാക്ടറിയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കമില്ല. ഈ സാധാരണ ഇപ്പോൾ വ്ളോഗർമാർ ചെയ്യുന്നത് ഈ ബെഡ്, ഈ ജർമ്മൻ ടൈപ്പ് ബെഡ് ഓർഡർ ചെയ്യുന്നു, ഒരു ലോഡ് കോഴിമുട്ട ഒപ്പം തന്നെ ഓർഡർ ചെയ്യുന്നു. ബെഡ് വരുന്നു, കോഴിമുട്ട നിരത്തുന്നു, അതിൻ്റെ മുകളിൽ കിടത്തുന്നു, മുട്ട പൊട്ടുന്നില്ല എന്ന് പറയുന്നു. ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോളൂ, ആ ബെഡിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുട്ട പൊട്ടും, ഒരു തർക്കമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്തരം ബെഡുകളൊക്കെ മറക്കുക. നമ്മുടെ നാടുകളിൽ, നമ്മുടെ ഗ്രാമങ്ങളിൽ, നമ്മുടെ സിറ്റികളിൽ, നമ്മുടെ വീടിനോട് ചേർന്നൊക്കെ ഉള്ള ചെറിയ ചെറിയ കമ്പനികളുണ്ട്. നിങ്ങൾ പറയുന്ന സൈസിൽ, നിങ്ങൾ പറയുന്ന രൂപത്തിൽ എല്ലാം ബെഡുകൾ, മെമ്മറി ആയിക്കോട്ടെ, സൂപ്പർ സോഫ്റ്റ് ബെഡുകളായിക്കോട്ടെ, സ്പ്രിങ് ആയിക്കോട്ടെ, ഏത് ടൈപ്പ് ബെഡിൽ അടിച്ചു തരുന്ന കേരളത്തിൽ ഒട്ടനവധി കമ്പനികളൊന്നും നമ്മളിൽ ഇവിടെയുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ, എന്തെങ്കിലും ഒരു നാട്ടിലെ ഗ്രാമങ്ങളിലോ നമ്മുടെ രാജ്യത്തോ ഒരു ആപത്ത് വന്നാൽ ഓടിച്ചെന്നിട്ട് 100 രൂപയുടെ പിരിവ് ചോദിക്കേണ്ടത് നമ്മൾ ഈ കമ്പനിക്കാരോടും ഈ കടക്കാരോടൊക്കെയാണ്. ഓൺലൈൻ മാധ്യമങ്ങളോ, ഓൺലൈൻ സ്ഥാപനങ്ങളോ, ഓൺലൈൻ പ്രൊഡക്റ്റ് വിൽക്കുന്ന കമ്പനിക്കാരോ ഏതെങ്കിലും ദുരിതത്തിൽ നമുക്ക് 100 രൂപ തന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് കിട്ടേണ്ട പൈസ നിങ്ങൾ അനാവശ്യമായിട്ട് പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കുകയും നാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇത്തരം ചെറുകിട സ്ഥാപനങ്ങളെ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നഷ്ടം മൊത്തത്തിലാണ്, നമുക്കാണ് മൊത്തത്തിൽ, നമ്മുടെ സൊസൈറ്റിക്കാണ് നഷ്ടമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനാൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അത്തരം ഒരു കമ്പനികളാണ്. കമ്പനി എന്ന് പറഞ്ഞാൽ ഉടായ്പ കമ്പനി അല്ല കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ 100-120 കിലോ ആൾ വന്ന് കിടന്നാലും ആ ശരീരത്തിനൊരു കേടും പറ്റാതെ നിങ്ങളെ ആരോഗ്യത്തെ നിലനിർത്തുന്ന ഒരു കമ്പനി, അത്തരം ബെഡുകൾ നിർമ്മിക്കുന്ന ഒരു ബെഡ് കമ്പനിയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ ശ്രദ്ധ തിരിക്കുന്നത് കേട്ടോ. ഇത് ചാവക്കാടിനും ഗുരുവായൂരിനും മധ്യേ പേരകം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഏകദേശം ചാവക്കാട് നിന്ന് 1.5 കിലോമീറ്റർ, ഗുരുവായൂർ പടിഞ്ഞാറ് നടന്ന് 1.5 കിലോമീറ്റർ ദൂരത്തുള്ള പേരകം ക്രിസ്ത്യൻ പള്ളിക്ക് സമീപമാണ് എക്സാക്ട്ലി ഈ പ്ലേസ് വരുന്നത്. ഇവിടെ നിങ്ങൾ വരിക, നിങ്ങൾക്ക് ആവശ്യമുള്ള ഫർണിച്ചറുകളാണെങ്കിലും കിടക്കകളാണെങ്കിലും സെറ്റുകളാണെങ്കിലും ഇനി കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്ത് കിട്ടണമെങ്കിൽ ഇവരോട് പറഞ്ഞാൽ അത് ഇവർക്ക് കൃത്യമായ സമയത്തുള്ളിൽ അടിച്ചു തരും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്തായാലും നമുക്ക് ആ ഷോപ്പിനെ ഒന്ന് പരിചയപ്പെടാം.